ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നല്ലവനായ പ്രതാപന് എന്റെ ഭർത്താവ് വേണ്ടുവോളം കൊടുത്തു. അങ്ങനെ വീട്ടുവേലക്കാരിയായ അംബിക ആങ്ങളുടെ കെയർ ഓഫിൽ ഒരു മഹാറാണിയായിട്ട് അങ്ങ് മാറി. മാഡം, എനിക്ക് ദേവിയാ. ദേവി എന്ന കോൺസെപ്റ്റ് ഇനിയെങ്കിലും വിട് രാജു. രാജു, ഞാൻ രാജുന്റെ ഭാര്യയെ അങ്ങനെ കാണു രാജു. മാഡം, നമ്മൾ രണ്ട് വീട്ടുകാരും രണ്ട് കൾച്ചറല്ലേ? വാട്ട് നോൺസെൻസ് രാജു. രണ്ട് കൾച്ചറോ? എല്ലാം ഒരു കൾച്ചർ തന്നെയാ. ക്വാളിഫിക്കേഷനിലൊന്നും അല്ല രാജു ആളുകളെ അളക്കേണ്ടത്, ക്വാളിറ്റിയില്ല. വേണുങ്ങളുടെ രാധമ്മയെ നോക്കിയേ. രാധമ്മ ഇപ്പൊ എന്നോട് അല്പം ദേഷ്യത്തിലാണെങ്കിലും അവരുടെ ആ കൾച്ചർ ഒന്ന് നോക്കിയേ. അതൊക്കെ കണ്ട് പഠിക്കണം. മാഡം, ഞാൻ അതൊന്നുമല്ല ചിന്തിക്കുന്ന. എന്റെ വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെയാ, കൂടാതെ വാടക വീടും. ആ കഷ്ടപ്പാടൊക്കെ കണ്ടല്ലേ എന്റെ അമ്മമ്മ ഇതെല്ലാം നമുക്ക് എഴുതി തന്നത്. മാഡം, അതൊന്നും സ്വീകരിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. രാജുന് ഇഷ്ടമുള്ളത് ചെയ്താ മതി. കോടികളുടെ സ്വത്ത് എനിക്കുണ്ടെന്ന് കരുതി എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് രാജുവിനോടൊപ്പമുള്ള ജീവിതം. ഞാൻ എന്റെ ഏറ്റവും വലിയ സ്വത്തായി കാണുന്നത് രാജുവിനെ, എന്റെ രാജുവിനെ. ഞാൻ ലൈഫ് കാണുന്നത് രാജുവിന്റെ വീട്ടിലാ. അതാണ് ലൈഫ്, പച്ച മനുഷ്യരുടെ ജീവിതം. അവിടെ ഇണങ്ങിയും പിണങ്ങിയൊക്കെ ജീവിക്കുന്നതിനപ്പുറം എന്ത് സുഖ വേറെ ഉള്ളത്? പിന്നെ രാധമ്മ, എന്തായാലും രാജുവിന്റെ അമ്മയല്ലേ രാധമ്മ. തന്നെയുമല്ല, രാധമ്മയുടെ ശരിയായ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ. ഇതൊക്കെ അങ്ങ് മാറിക്കോളും രാജു. രാധമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം ഒരു ഫീലിങ്സിൽ നിന്നുണ്ടായതാ. രാജു എന്നെ വിവാഹം കഴിക്കില്ലെന്ന് രാധമ്മ മനസ്സിൽ ഉറപ്പിച്ചപ്പോഴാ രമ്യയുടെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തത്. ആ വാക്ക് തെറ്റിക്കേണ്ടി വന്നില്ലേ? ചിലർക്ക് വാക്ക് വ്യത്യാസം വരുത്തുന്നത് അവരെ കൊല്ലുന്നതിന് തുല്യ. അതുകൊണ്ട് രാധമ്മയുടെ ദേഷ്യമൊക്കെ പതുക്കെ മാറിക്കോളും. യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ശരി, നമുക്ക് വീട്ടിലേക്ക് പോ. രാജു, മറ്റൊരു കാര്യമുണ്ട്. എന്റെ പേരിലെ സ്വത്തുക്കളെല്ലാം എഴുതി തന്ന കാര്യം വല്യമ്മയും ചേട്ടനും അറിയണ്ട. ഞാൻ കോടീശ്വരിയാണെന്നൊക്കെ അറിഞ്ഞ അവര് ഫേക്കായ സ്നേഹമായിട്ട് വരും. ആ ഡ്രാമ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് അതൊന്നും തൽക്കാലം ആരും അറിയണ്ട. ദൈവമേ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലേക്കാണല്ലോ എന്റെ ജീവിതം പോകുന്ന. എന്താ പിന്നെ ഒരു ആലോചന? നത്തിങ്. അല്ല, രാജുന് ഓഫീസിൽ പോണ്ടേ? ആ, പോണം. എന്നാ പോയിക്കോ, ഞാൻ നടന്നു പോയിക്കോളാം. വേണ്ട, ഞാൻ കൊണ്ടുവിടാം. തൊട്ടപ്പുറത്തല്ലേ വീട്, ഞാൻ നടന്നു പോയിക്കോളാം. ശരി മാഡം. എന്താ ഇവിടെ നടന്നേന്നറിയാൻ ഒരു മാർഗവും ഇല്ലല്ലോ. ആ, സരസ്വതിയോട് തന്നെ ചോദിക്കാം. പക്ഷേ അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് കയറാം.
ഞാൻ അകത്തേക്ക് വന്നോട്ടെ? കേറി വരൂ. എന്താ അംബിക പതിവില്ലാതെ എന്റെ മുറിയിലേക്ക് ഒരു വിസിറ്റിംഗ്? അല്ല, അമ്മയെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയാ കയറി വരാതിരുന്നത്. ശല്യക്കാരെയൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം അംബിക. ഞാൻ അവരെ മാറ്റി നിർത്തുകയും ചെയ്യും. അംബിക ഇപ്പൊ വന്നതിന്റെ കാര്യം എന്താന്ന് പറയും. ആ, അമ്മേ, ജ്ഞാനപ്പാനയുണ്ടോ? പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന. ആഹാ, അംബിക ഇപ്പൊ വായിക്കുന്നത് ജ്ഞാനപ്പാനയാണോ? അല്ല, യൂട്യൂബിൽ കിട്ടും. പക്ഷേ അതൊന്ന് വായിച്ചു നോക്കാന്ന് കരുതി. ഞാനേ അത് വായിച്ച് മനപ്പാടാക്കിയത് കൊണ്ട് ഇപ്പൊ ആ പുസ്തകം എന്റെ കയ്യിലില്ല. സാരമില്ല, ഞാൻ വാങ്ങിച്ചോളാം. ആ, അല്ലമ്മേ, ഇന്നിവിടെ വക്കീല് വരികയോ എന്തൊക്കെയോ ഡിസ്കഷൻ നടക്കുകയൊക്കെ ചെയ്തല്ലോ. എന്താ അമ്മേ കാര്യം? ഓഹോ, അപ്പൊ അതാണ് ജ്ഞാനപ്പാന. പൂന്താന നമ്പൂതിരി മരിച്ചുപോയത് ഭാഗ്യം. ഇന്നിവിടെ നടന്ന കാര്യങ്ങളൊക്കെ അംബികയ്ക്ക് അറിയണം. അല്ല, ഞാൻ ഈ വീട്ടിലൊരു അംഗം ആയതുകൊണ്ട് ചോദിച്ചു പോയതാ. പറയാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? അംബി എന്നെങ്കിലും കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നീ എവിടെ നിന്ന് വന്നു, എന്തായിരുന്നു നിന്റെ പശ്ചാത്തലം എന്നൊക്കെ? നീ അതൊക്കെ മറന്നുപോയി കാണും. പക്ഷേ ഞാൻ മറക്കില്ല. അല്ലമ്മേ, ഞാൻ ഓർക്കുന്നുണ്ട്. നിർത്ത്, ഞാൻ പറയാം. എല്ലാം തകർന്ന് 3 മക്കളുമായി അഭയം ചോദിച്ചു വന്ന ഒരു കൂട്ടുകാരന് എന്റെ ഭർത്താവ് അഭയം കൊടുത്തു. അഭയം ചോദിച്ചു വന്നത് നിന്റെ അച്ഛൻ. മക്കൾ നീയും പ്രതാപനും ശേഖരനും. പ്രതാപനോട് ഒരു പ്രത്യേക വാത്സല്യം തോന്നിയ എന്റെ ഭർത്താവ് നിന്നെയും ശേഖരനെയും പരിഗണിച്ചു. അങ്ങനെ നീ എന്റെ കോവിലകത്ത് വീട്ടുവേലക്കാരിയായി, പാൽ കച്ചവടക്കാരിയുമായി. എന്റെ മകളെ കല്യാണം കഴിച്ചതിന്റെ പേരിലെ പ്രതാപൻ വലിയ സമ്പന്നനായി. നല്ലവനായ പ്രതാപന് എന്റെ ഭർത്താവ് വേണ്ടുവോളം കൊടുത്തു. അങ്ങനെ വീട്ടുവേലക്കാരിയായ അംബിക ആങ്ങളുടെ കെയർ ഓഫിൽ ഒരു മഹാറാണിയായിട്ടങ്ങ് മാറി.